അധ്യായം 9. യൂദായുടെ അകൃത്യങ്ങൾ. എൻ്റെ ശിരസ്സ് ഒരു കണ്ണീർ തടാകവും എൻ്റെ കണ്ണുകൾ അശ്രുധാരയും ആയിരുന്നെങ്കിൽ, എൻ്റെ ജനത്തിൻ്റെ പുത്രിയുടെ നിഹതന്മാരെ ഓർത്ത് ഞാൻ രാപകൽ കരയുമായിരുന്നു. മരുഭൂമിയിൽ എനിക്കൊരു വഴിയമ്പലം ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജനത്തെ വിട്ട് അകന്നു പോകുമായിരുന്നു. വഞ്ചകരായ ഒരു കൂട്ടം വ്യഭിചാരികളാണവർ. വില്ലുപോലെയാണ് അവരുടെ നാവ് വളയുന്നത്. സത്യമല്ല, കാപട്യമാണ് ദേശത്തെ ശക്തിപ്പെടുന്നത്. തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് അവർ നീങ്ങുന്നു. അവർ എന്നെ അറിയുന്നില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഓരോരുത്തരും അയൽക്കാരനെതിരെ കരുതലോടെ ഇരിക്കട്ടെ. ഒരു സഹോദരനെല്ലാം വിശ്വാസമർപ്പിക്കുകയും വേണ്ട. സഹോദരന്മാരൊക്കെ ചതിയന്മാരാണ്. അയൽക്കാരെല്ലാവരും ഏഷണിക്കാരും. അവർ അയൽക്കാരനെ വഞ്ചിക്കുന്നു. ഒരുവനും സത്യം പറയുന്നില്ല. കള്ളം പറയാനാണ് അവരുടെ നാവിന് ശീലം. അതിക്രമത്തിൽ മുഴുകിയവർ അനുതപിക്കുന്നുമില്ല. മർദ്ദനത്തിന് മേൽ മർദ്ദനവും വഞ്ചനയ്ക്ക് മേൽ വഞ്ചനയും കുന്നുകൂടുന്നു. അവർ എന്നെ അറിയാൻ വിസമ്മതിക്കുന്നു. കർത്താവാണിത് പറയുന്നത്. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ അവരെ ചൂളയിൽ ഒരുക്കി ശുദ്ധീകരിക്കും. എൻ്റെ ജനത്തോട് ഞാൻ മറ്റെന്താണ് ചെയ്യുക? അവരുടെ നാവ് മാരകമായ അസ്ത്രമാണ്. അത് വഞ്ചന പൊഴിക്കുന്നു. അയൽക്കാരനോട് സൗഹാർദ്ദമായി സംസാരിക്കുമ്പോഴും അവർ തങ്ങളുടെ ഹൃദയത്തിൽ കെണിയൊരുക്കുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഈ കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കേണ്ടതല്ലേ? ഇത്തരമൊരു ജനതയോട് ഞാൻ പ്രതികാരം ചെയ്യരുതെന്നോ? കുന്നുകളെക്കുറിച്ച് വിലപിക്കുവിൻ. മരുഭൂമിയിലെ മേച്ചിൽപ്പുറങ്ങളെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുവിൻ. അവ ശൂന്യമായിരിക്കുന്നു. ആരും അതിലെ കടന്നു പോകുന്നില്ല. കന്നുകാലികളുടെ കരച്ചിൽ കേൾക്കാനില്ല. പക്ഷികളും മൃഗങ്ങളും അവിടം വിട്ട് പോയിരിക്കുന്നു. ഞാൻ ജെറുസലേമിനെ ഒരു നാശകൂമ്പാരവും കുറുക്കൻ്റെ സങ്കേതവുമാക്കും. യൂദായിലെ നഗരങ്ങളെ വിജനഭൂമിയാക്കും. ഇത് ഗ്രഹിക്കാൻ ആർക്ക് ജ്ഞാനമുണ്ട്? ഇത് വിളംബരം ചെയ്യാൻ ആരോടാണ് കർത്താവ് കൽപ്പിച്ചത്? ആരും വഴി നടക്കാത്ത വിധം ദേശത്തെ നശിപ്പിച്ച് മരുഭൂമി പോലെ പാഴാക്കിയത് എന്തിനാണ്? കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ നിയമം അവർ അവഗണിച്ചു. എൻ്റെ വാക്കവർ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവരും തന്നിഷ്ടത്തിൽ മുറുകെ പിടിച്ച് ബാൽദേവൻ്റെ പുറകെ നടന്നു. ആകയാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ജനത്തെ ഞാൻ കാഞ്ഞിരം തീറ്റുകയും വിഷം കുടിപ്പിക്കുകയും ചെയ്യും. അവരോ അവരുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ജനതകളുടെ ഇടയിലേക്ക് ഞാൻ അവരെ ചിതറിക്കും. അവർ നിശേഷം നശിക്കുന്നതുവരെ വാളവരെ പിന്തുടരും. സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, വിലാപക്കാരികളെ വരുത്തുവിൻ. അതിൽ സമർത്ഥരായ സ്ത്രീകളെ ആളയച്ചു വരുത്തുവിൻ. അവർ തിടുക്കത്തിലെത്തി നമുക്ക് വേണ്ടി വിലപിക്കട്ടെ. അങ്ങനെ നമ്മുടെ കണ്ണുകൾ നിറയട്ടെ, കൺപോളകൾ കവിഞ്ഞൊഴുകട്ടെ. ഇതാ സിയോനിൽ നിന്നൊരു വിലാപസ്വരം, നാം നശിച്ചു, നാം അത്യന്തം ലജ്ജിതരായിരിക്കുന്നു. അവർ നമ്മുടെ വീടുകൾ നശിപ്പിച്ചു, നാട് നമ്മൾ ഉപേക്ഷിച്ചു. സ്ത്രീകളെ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. അവിടുന്ന് പറയുന്നത് ശ്രദ്ധിക്കുവിൻ. നിങ്ങളുടെ പുത്രിമാരെ വിലാപഗാനം പഠിപ്പിക്കുവിൻ. ഓരോരുത്തരും അയൽക്കാരിയെ ചരമഗീതം അഭ്യസിപ്പിക്കട്ടെ. മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു. നമ്മുടെ കൊട്ടാരങ്ങളിൽ അത് പ്രവേശിച്ചു കഴിഞ്ഞു. തെരുവുകളിൽ കുട്ടികളും പൊതുസ്ഥലങ്ങളിൽ യുവാക്കളും മരിച്ചു വീഴുന്നു. പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, മനുഷ്യരുടെ മൃതദേഹങ്ങൾ മൈതാനത്തിൽ വീഴുന്ന ചാണകം പോലെയും കൊയ്ത്തുകാരൻ്റെ കയ്യിൽ നിന്ന് പൊഴിയുന്ന കതിർമണി പോലെയും നിപതിക്കും. ആരും അവ ശേഖരിക്കുകയില്ല. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തൻ്റെ ജ്ഞാനത്തിൽ അഹങ്കരിക്കാതിരിക്കട്ടെ. ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കാതിരിക്കട്ടെ. സമ്പന്നൻ തൻ്റെ സമ്പത്തിൽ വലിപ്പം ഭാവിക്കാതിരിക്കട്ടെ. പ്രശംസിക്കുന്നവൻ ഞാൻ ഭൂമിയിൽ കരുണയും ന്യായവും നീതിയും പുലർത്തുന്ന കർത്താവാണെന്ന അറിവിൽ പ്രശംസിക്കട്ടെ. ഇതിലാണ് ഞാൻ ആനന്ദിക്കുന്നതെന്ന് കർത്താവ് അരുളിച്ചെയ്യുന്നു. പരിച്ഛേദിതരെങ്കിലും അപരിച്ഛേദിതരായ എല്ലാവരെയും ഞാൻ ശിക്ഷിക്കുന്ന ദിവസം ഇതാ വരുന്നു. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈജിപ്ത്, യൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്യർ,
ചെന്നിവടിച്ച മരുഭൂവാസികൾ ഇവരെല്ലാം അപരിച്ഛേദിതരാണ്. ഇസ്രായേൽ ഭവനം മുഴുവൻ ഹൃദയത്തിൽ അപരിച്ഛേദിതരാണ്. അധ്യായം 10. വിഗ്രഹങ്ങളും ദൈവവും. ഇസ്രായേൽ ഭവനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. കർത്താവ് അരുളിച്ചെയ്യുന്നു, ജനതകളുടെ രീതി നിങ്ങൾ അനുകരിക്കരുത്. ആകാശത്തിലെ നിമിത്തങ്ങൾ കണ്ട് സംഭ്രമിക്കുകയുമരുത്. ജനതകളാണ് അവയിൽ സംഭ്രമിക്കുന്നത്. ജനതകളുടെ വിഗ്രഹങ്ങൾ വ്യർത്ഥമാണ്. വനത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്ന മരത്തിൽ ശില്പി തൻ്റെ ഉളി പ്രയോഗിക്കുന്നു. അവർ അത് വെള്ളിയും സ്വർണവും കൊണ്ട് പൊതിയുന്നു. വീണ് തകരാതിരിക്കാൻ ആണിയടിച്ച് ഉറപ്പിക്കുന്നു. അവരുടെ വിഗ്രഹങ്ങൾ വെള്ളരിത്തോട്ടത്തിലെ കോലം പോലെയാണ്. അവയ്ക്ക് സംസാരശേഷിയില്ല. അവയ്ക്ക് തനിയെ നടക്കാനാവില്ല. ആരെങ്കിലും ചുമന്നുകൊണ്ട് നടക്കണം. നിങ്ങൾ അവയെ ഭയപ്പെടേണ്ട. അവയ്ക്ക് തിന്മയോ നന്മയോ പ്രവർത്തിക്കാൻ ശക്തിയില്ല. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അങ്ങ് വലിയവനാണ്. അങ്ങയുടെ നാമം മഹത്വപൂർണ്ണമാണ്. ജനതകളുടെ രാജാവേ, അങ്ങയെ ഭയപ്പെടാതെ ആരുള്ളൂ? അങ്ങ് അതിന് അർഹനാണ്. ജനതകളിലെ സകല ജ്ഞാനികളുടെ ഇടയിലും അവരുടെ സകല രാജ്യങ്ങളിലും അങ്ങയെപ്പോലെ മറ്റാരുമില്ല. അവർ മൂഢന്മാരും വിഡ്ഢികളുമാണ്. അവർ പ്രഘോഷിക്കുന്ന വിഗ്രഹങ്ങൾ മരക്കഷ്ണമാണ്. വെള്ളിത്തകിടുകൾ താർഷിഷിൽ നിന്നും സ്വർണം ഊഫാസിൽ നിന്നും കൊണ്ടുവരുന്നു. ശില്പിയും സ്വർണ്ണപ്പണിക്കാരനും അവ പണിതൊരുക്കുന്നു. നീലയും ധൂമ്രവുമായ അങ്കി അവയെ അണിയിക്കുന്നു. ഇവയെല്ലാം വിദഗ്ധൻ്റെ ശില്പങ്ങൾ മാത്രമാണ്. എന്നാൽ കർത്താവാണ് സത്യദൈവം. ജീവിക്കുന്ന ദൈവവും നിത്യനായ രാജാവും അവിടുന്ന് മാത്രം. അവിടുത്തെ ഉഗ്രകോപത്തിൽ ഭൂമി നടുങ്ങുന്നു. അവിടുത്തെ കോപം താങ്ങാൻ ജനതകൾക്കാവില്ല. നീ അവരോട് പറയുക, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാക്കളല്ലാത്ത ദേവന്മാർ ഭൂമിയിൽ നിന്ന് ആകാശത്തിൻ കീഴിൽ നിന്ന് തിരോഭവിക്കും. തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചതും ജ്ഞാനത്താൽ ലോകത്തെ സ്ഥാപിച്ചതും അറിവാൽ ആകാശത്തെ വിരിച്ചതും അവിടുന്നാണ്. അവിടുന്ന് ശബ്ദിക്കുമ്പോൾ ആകാശത്തിൽ ജലം ഗർജിക്കുന്നു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് അവിടുന്ന് മൂടൽമഞ്ഞുയർത്തുന്നു. മഴ പെയ്യിക്കാൻ മിന്നൽ പിണരുകൾ നിർമ്മിക്കുന്നു. അറപ്പുര തുറന്ന് കാറ്റിനെ അയക്കുന്നു. എല്ലാ മനുഷ്യരും അറിവില്ലാത്ത ഭോഷന്മാരാണ്. സ്വർണ്ണപ്പണിക്കാരൻ താൻ നിർമ്മിച്ച വിഗ്രഹങ്ങൾ നിമിത്തം ലജ്ജിതനാകുന്നു. അവൻ്റെ പ്രതിമകൾ വ്യാജമാണ്. ജീവശ്വാസം അവയിലില്ല. അവ വിലകെട്ടതും അർത്ഥശൂന്യവുമത്രേ. ശിക്ഷാദിനത്തിൽ അവ നശിക്കും. എന്നാൽ യാക്കോബിൻ്റെ അവകാശമായവൻ ഇങ്ങനെയല്ല. സർവവും രൂപപ്പെടുത്തിയത് അവിടുന്നാണ്. ഇസ്രായേൽ വംശം അവിടുത്തെ അവകാശമാണ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പ്രവാസം ആസന്നം. ഉപരോധിക്കപ്പെട്ട നഗരമേ, ഭാണ്ഡം കെട്ടി ഓടിപ്പോകുവിൻ. കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാൻ ദേശവാസികളെയെല്ലാം ദൂരെ എറിയാൻ പോകുന്നു. അവരുടെ മേൽ ഞാൻ ദുരിതം വരുത്തും. അവർ അതനുഭവിക്കും. ഹാ കഷ്ടം! എനിക്ക് മുറിവേറ്റിരിക്കുന്നു, ദാരുണമായ മുറിവ്. ഞാനത് സഹിച്ചേ മതിയാവൂ. എൻ്റെ കൂടാരം തകർന്നു പോയി. ചരടുകളെല്ലാം പൊട്ടി. എൻ്റെ മക്കൾ എന്നെ വിട്ടുപോയി. ആരും അവശേഷിച്ചിട്ടില്ല. എൻ്റെ കൂടാരം വീണ്ടും പണിയാനും തിരശ്ശീല വിരിക്കാനും ആരുമില്ല. ഇടയന്മാരെല്ലാം ഭോഷന്മാരാണ്. അവർ കർത്താവിനെ അന്വേഷിക്കുന്നില്ല. അതിനാൽ അവർക്ക് ഐശ്വര്യമില്ല. അവരുടെ അജഗണം ചിതറിപ്പോയിരിക്കുന്നു. ഇതാ ഒരു ആരവം, അതടുത്തു വരുന്നു. വടക്കുനിന്ന് വലിയ ഇരമ്പൽ. യൂദാ പട്ടണങ്ങളെ അത് വിജനമാക്കി കുറുക്കൻ്റെ താവളമാക്കും. കർത്താവേ, മനുഷ്യമാർഗങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിലല്ലെന്നും നടക്കുന്നവന് തൻ്റെ ചുവടുകൾ സ്വാധീനമല്ലെന്നും എനിക്കറിയാം. കർത്താവേ, നീതിപൂർവം എന്നെ തിരുത്തണമേ. എന്നാൽ കോപത്തോടെ അരുത്, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതായിപ്പോകും.
അങ്ങയെ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അവിടുത്തെ കോപം ചൊരിയുക. അവർ യാക്കോബിനെ വിഴുങ്ങിയിരിക്കുന്നു, അവനെ നിശേഷം നശിപ്പിച്ചിരിക്കുന്നു, അവൻ്റെ ഭവനം നിർജ്ജനമാക്കി. അധ്യായം 11. തകർന്ന ഉടമ്പടി. കർത്താവിൽ നിന്ന് ജെറമ്യായ്ക്ക് ലഭിച്ച അരുളപ്പാട്. ഈ ഉടമ്പടിയുടെ നിബന്ധന കേൾക്കുക. അത് യൂദായിലെ ജനങ്ങളോടും ജെറൂസലം നിവാസികളോടും പറയുക. നീ അവരോട് പറയണം, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ ചെവിക്കൊള്ളാത്തവൻ ശബ്ദൻ. ഈജിപ്തിൽ നിന്ന്, ഇരുമ്പു ചൂളയിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ മോചിപ്പിച്ചപ്പോൾ അവരോട് ചെയ്ത ഉടമ്പടിയാണിത്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കണം, ഞാൻ കൽപ്പിക്കുന്നത് ചെയ്യുകയും വേണം. അങ്ങനെ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇന്ന് നിങ്ങൾക്കുള്ളതുപോലെ പാലും തേനും ഒഴുകുന്ന ഒരു നാട് നൽകുമെന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. കർത്താവേ, അങ്ങനെ ആകട്ടെ. ഞാൻ മറുപടി പറഞ്ഞു. കർത്താവ് എന്നോട് വീണ്ടും അരുളിച്ചെയ്തു, ഈ ഉടമ്പടിയുടെ നിബന്ധനകൾക്കൊത്ത് പ്രവർത്തിക്കുവിനെന്ന് യൂദായിലെ നഗരങ്ങളിലും ജെറൂസലമിലെ വീഥികളിലും വിളംബരം ചെയ്യുക. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൂട്ടിക്കൊണ്ടു പോന്നതു മുതൽ ഇന്നുവരെയും എൻ്റെ വാക്കനുസരിക്കുകയെന്ന് ഞാൻ അവരെ നിരന്തരം ഉദ്ബോധിപ്പിച്ചിരുന്നു. എന്നാൽ അവർ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. ഓരോരുത്തനും തൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ കാഠിന്യവും പേറി നടക്കുന്നു. അതുകൊണ്ട് ഈ ഉടമ്പടിയുടെ നിബന്ധനകൾ അവരെ ഞാൻ അറിയിച്ചു, അവ അനുസരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവർ കൂട്ടാക്കിയില്ല. കർത്താവ് വീണ്ടും എന്നോട് അരുളിച്ചെയ്തു, യൂദായിലെ ജനങ്ങളും ജെറൂസലം നിവാസികളും ഗൂഢാലോചന നടത്തുന്നു. എൻ്റെ വാക്ക് നിരാകരിച്ച പിതാക്കന്മാരുടെ തെറ്റുകളിലേക്ക് അവർ മടങ്ങിയിരിക്കുന്നു. അവർ അന്യദേവന്മാരെ പൂജിക്കാൻ തുടങ്ങി. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും തങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരുടെ മേൽ ഞാൻ അനർത്ഥം വരുത്താൻ പോകുന്നു. ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കുകയില്ല. അവർ എന്നോട് നിലവിളിച്ചപേക്ഷിച്ചാലും ഞാൻ കേൾക്കുകയില്ല. അപ്പോൾ യൂദായിലെ നഗരങ്ങളും ജെറൂസലം നിവാസികളും തങ്ങൾ പൂജിക്കുന്ന ദേവന്മാരുടെ മുമ്പിൽ നിലവിളിക്കും. വിപദ് സന്ധിയിൽ അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല. യൂദാ, നിന്റെ നഗരങ്ങൾക്കൊപ്പം നിനക്ക് ദേവന്മാരും പെരുകിയിരിക്കുന്നു. മ്ലേച്ഛതയ്ക്ക് ബാൽ വിഗ്രഹത്തിന് ധൂപമർപ്പിക്കാൻ ജെറൂസലമിലെ വീഥികൾക്കൊപ്പം ബലിപീഠങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് നീ ഈ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, അവർക്ക് വേണ്ടി വിലപിക്കുകയോ യാചിക്കുകയോ അരുത്. വിഷമസന്ധിയിൽ അവർ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ കേൾക്കുകയില്ല. ദുഷ്കൃത്യങ്ങൾ ചെയ്തിരിക്കെ എൻ്റെ പ്രേയസിക്ക് എൻ്റെ ഭവനത്തിൽ എന്തവകാശമാണുള്ളത്? നേർച്ചകൾക്കോ ബലിമാംസത്തിനോ നിന്റെ നാശത്തെ അകറ്റാനാവുമോ? നിനക്കിനി ആഹ്ലാദിക്കാനാവുമോ? തഴച്ചു വളർന്ന് ഫലങ്ങൾ നിറഞ്ഞ മനോഹരമായ ഒലിവുമരം എന്നാണ് കർത്താവ് നിന്നെ വിളിച്ചിരുന്നത്. എന്നാൽ കൊടുങ്കാറ്റിൻ്റെ ആരവത്തോടെ അവിടുന്ന് അതിനെ ചുട്ടരിക്കും. അതിൻ്റെ കൊമ്പുകൾ അഗ്നിക്കിരയാകും. നിന്നെ നട്ടുപിടിപ്പിച്ച സൈന്യങ്ങളുടെ കർത്താവ് തന്നെ നിന്റെ നാശം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇസ്രായേൽ ഭവനവും യൂദാ ഭവനവും ദുഷ്കൃത്യങ്ങൾ പ്രവർത്തിച്ച് ബാലിന് ധൂപാരാധന അർപ്പിച്ചതുവഴി അവർ എന്നെ രോഷാകുലനാക്കിയിരിക്കുന്നു. ജെറമ്യായ്ക്കെതിരെ ഗൂഢാലോചന. കർത്താവ് ഇതെനിക്ക് വെളിപ്പെടുത്തി. അങ്ങനെ ഞാൻ അറിയാനിടയായി. അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. ഫലത്തോടുകൂടെ തന്നെ വൃക്ഷത്തെ നമുക്ക് നശിപ്പിക്കാം. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്കവനെ പിഴുതെറിയാം. അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീതിയായി വിധിക്കുന്നവനും
ഹൃദയവും മനസ്സും പരിശോധിക്കുന്നവനുമായ സൈന്യങ്ങളുടെ കർത്താവേ, അവരുടെ മേലുള്ള അങ്ങയുടെ പ്രതികാരം കാണാൻ എന്നെ അനുവദിക്കണമേ. അവിടുന്നാണല്ലോ എൻ്റെ ആശ്രയം. നിന്റെ ജീവൻ വേട്ടയാടുന്ന അനാത്തോത്തിലെ ജനങ്ങളെക്കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ നീ പ്രവചിക്കരുത്. പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ പറയുന്നു. ആകയാൽ സൈന്യങ്ങളുടെ കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരെ ഞാൻ ശിക്ഷിക്കും. യുവാക്കൾ വാളിനിരയാകും. അവരുടെ പുത്രന്മാരും പുത്രികളും പട്ടിണി കിടന്ന് മരിക്കും. അവരിൽ ആരും അവശേഷിക്കുകയില്ല. അനാത്തോത്തിലെ ജനങ്ങളോട് കണക്ക് ചോദിക്കുന്ന ആണ്ടിൽ ഞാൻ അവരുടെ മേൽ തിന്മ വർഷിക്കും. അധ്യായം 12. ദുഷ്ടൻ്റെ ഐശ്വര്യം. കർത്താവേ, ഞാൻ അങ്ങയോട് പരാതിപ്പെടുമ്പോൾ അവിടുന്ന് തന്നെയായിരിക്കും നീതിമാൻ. എങ്കിലും എൻ്റെ പരാതി അങ്ങയുടെ മുൻപിൽ ഞാൻ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ദുഷ്ടൻ അഭിവൃദ്ധി പ്രാപിക്കുന്നത്? ചതിയന്മാർ ഐശ്വര്യം നേടുന്നത് എന്തുകൊണ്ട്? അങ്ങ് അവരെ നടുന്നു. അവർ വേര് പിടിച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുന്നു. അവരുടെ നാവിൽ എപ്പോഴും അവിടുന്നുണ്ട്. ഹൃദയത്തിലാകട്ടെ അങ്ങേക്ക് സ്ഥാനമില്ല. കർത്താവേ, അങ്ങ് എന്നെ അറിയുന്നു, കാണുന്നു. എൻ്റെ മനസ്സങ്ങിലാണെന്ന് പരിശോധിച്ചറിയുകയും ചെയ്യുന്നു. കൊല്ലാനുള്ള ആടുകളെപ്പോലെ അവരെ വലിച്ചിറക്കണമേ. കൊലയുടെ ദിവസത്തേക്ക് അവരെ മാറ്റി നിർത്തണമേ. എത്ര നാൾ ദേശം വിലപിക്കുകയും വയലിലെ പുല്ല് വാടുകയും ചെയ്യണം? ദേശവാസികളുടെ ദുഷ്ടത നിമിത്തം മൃഗങ്ങളും പക്ഷികളും ചത്തുപോകുന്നു. ഞങ്ങളുടെ പ്രവൃത്തികൾ ദൈവം കാണുന്നില്ല എന്ന് അവർ പറയുന്നു. മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോടെങ്ങനെ മത്സരിക്കും? സുരക്ഷിത സ്ഥാനത്ത് കാലിടറുന്നെങ്കിൽ യോർദാൻ വനങ്ങളിൽ നീ എന്തു ചെയ്യും? നിന്റെ സഹോദരന്മാരും പിതൃഭവനം പോലും നിന്നോട് വഞ്ചന കാട്ടിയിരിക്കുന്നു. പിന്നിൽ നിന്ന് അവർ നിനക്കെതിരായി സംസാരിക്കുന്നു. മധുരവാക്ക് പറഞ്ഞാലും നീ അവരെ വിശ്വസിക്കരുത്. പരിത്യക്തമായ ദേശം. എൻ്റെ ഭവനം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ അവകാശം കൈവെടിഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രാണപ്രിയയെ അവളുടെ ശത്രുക്കൾക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. കഴുകന്മാർ ചുറ്റിവളഞ്ഞ് ആക്രമിക്കുന്ന ഒരു പുള്ളിപ്പക്ഷിയാണോ എൻ്റെ ജനം? വന്യമൃഗങ്ങളെ, അവരെ വിഴുങ്ങാൻ ഒരുമിച്ച് കൂടുവിൻ. അനേകം ഇടയന്മാർ കൂടി എൻ്റെ മുന്തിരിത്തോട്ടം നശിപ്പിച്ചിരിക്കുന്നു. എൻ്റെ ഓഹരി അവർ ചവിട്ടി മെതിച്ചു. എൻ്റെ മനോഹരമായ അവകാശം അവർ ശൂന്യമായ മരുഭൂമിയാക്കിയിരിക്കുന്നു. അവർ അതിനെ ശൂന്യമാക്കി. ശൂന്യാവസ്ഥയിൽ അത് എന്നോട് വിലപിക്കുന്നു. ദേശം മുഴുവൻ പരിത്യക്ത അവസ്ഥയിലാണ്. ഒരാൾ പോലും ഇക്കാര്യം ചിന്തിക്കുന്നില്ല. മരുഭൂമിയിലെ മൊട്ടക്കുന്നുകളെല്ലാം വിനാശകർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ദേശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കർത്താവിൻ്റെ വാൾ മരണം വിതയ്ക്കുന്നു. ഒരു ജീവിക്കും സമാധാനമില്ല. അവർ ധാന്യം വിതച്ച് മുള്ളു കൊയ്തു, കഠിനാധ്വാനം ചെയ്തു, ഫലമൊന്നുമുണ്ടായില്ല. കർത്താവിൻ്റെ ഉഗ്രകോപം നിമിത്തം അവർ തങ്ങളുടെ വിളവിനെക്കുറിച്ച് ലജ്ജിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാൻ നൽകിയ അവകാശത്തിന്മേൽ കൈവയ്ക്കുന്ന ദുഷ്ടന്മാരായ എല്ലാ അയൽക്കാരോടും കർത്താവ് അരുളിച്ചെയ്യുന്നു, അവരെ തങ്ങളുടെ ദേശത്തു നിന്ന് ഞാൻ പിഴുതെറിയും. അവരുടെ കയ്യിൽ നിന്ന് യൂദാഭവനത്തെ ഞാൻ പറിച്ചെടുക്കും. അവരെ പിഴുതെടുത്തതിന് ശേഷം ഞാൻ അവരോട് കരുണ കാണിക്കും. ഓരോ ജനതയെയും അതതിൻ്റെ അവകാശത്തിലേക്കും ദേശത്തേക്കും ഞാൻ തിരികെ കൊണ്ടുവരും. ബാലിൻ്റെ നാമത്തിൽ ആണയിടാൻ എൻ്റെ ജനം അവരിൽ നിന്ന് പഠിച്ചതുപോലെ അവർ എൻ്റെ ജനത്തിൻ്റെ മാർഗം ശ്രദ്ധാപൂർവം ഗ്രഹിക്കുകയും കർത്താവാണ് എന്ന എൻ്റെ നാമത്തിൽ ആണയിടുവാൻ ശീലിക്കുകയും ചെയ്താൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ അവരും അഭിവൃദ്ധി പ്രാപിക്കാനിടവരും. എന്നാൽ ഏതെങ്കിലും ജനത എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അതിനെ ഞാൻ വേരോടെ പിഴുത് നശിപ്പിക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു.